പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പ്രാവശ്യം ഇനി വരുന്ന 5 വർഷം ആര് ഭരിക്കും? അല്ല, ആര് ഭരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ തുടർഭരണം കൊണ്ടുവരണമെന്നാണോ, അതോ കോൺഗ്രസ് ഭരിക്കണമെന്നാണോ, അതോ ഒരിക്കൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം BJPക്ക് ചാൻസ് കൊടുക്കണമെന്നാണോ? ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം നമ്മൾ കുറേ ഇപ്പോൾ 10 വർഷമായി, 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതാണ് അല്ലേ? എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ആരാണോ കേരളത്തെ നയിക്കാനായിട്ട് പ്രാപ്തരായിട്ട് ഉള്ളവർ, ഇന്ന് നമുക്ക് അങ്ങനെ തോന്നുന്ന ആരാണോ അവർ ഭരിക്കട്ടെ. അത് ഇപ്പോൾ BJP ആണെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തെ നയിക്കാനായിട്ട് പ്രാപ്തരായിട്ടുള്ളവർ, അതല്ലെങ്കിൽ കേരളത്തിൽ എന്താ പറയുക, ഇപ്പോൾ 10 വർഷം പിണറായി വിജയൻ ഭരിച്ച് നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ്റെ ഭരണത്തിൽ കുറേ നല്ല കാര്യങ്ങളും കുറേ മോശം കാര്യങ്ങളും. ഇപ്പം നമുക്കറിയാം, അയ്യപ്പ സംഗമവും അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എന്താ പറയുക പാളികൾ, നമ്മുടെ ശബരിമലയിൽ ദ്വാരപാലക ശില്പം അതുപോലുള്ള കാര്യങ്ങളും, ഇതൊക്കെ സ്വർണം കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ ഇന്നിപ്പോൾ മറ്റേ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 67 പരിശോധന ഹർജികളാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഗവൺമെൻറ് സർക്കാർ വീട്ടിലായതാണ്, കുറേ ചീത്തപ്പേര് കേൾപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നല്ല ജനങ്ങൾക്ക് നല്ല പ്രവൃത്തിയും ചെയ്ത കാര്യങ്ങളും ഒരുപാടുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം വാർദ്ധക്യ പെൻഷൻ ഉയർത്തിയതും, അതുപോലെ തന്നെ പിന്നെ ആദ്യ കാലഘട്ടത്തിലൊക്കെ കിറ്റ് കൊടുപ്പുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇല്ല. അതുപോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും ആയിക്കോട്ടെ, കിട്ടി. അത് ആരുടെയും പോക്കറ്റിൽ നിന്നല്ല, നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ ജനങ്ങളുടെ പണം തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഇനി തുടർ ഭരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിന് വന്നാൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ന് പറഞ്ഞാൽ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെ പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, സത്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ പാർട്ടി എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ 10 വർഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരുന്നു, 10 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി ഭരിച്ചു അല്ലേ? ഇനി മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ, ഇനി അഥവാ തുടർ ഭരണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷൈല ടീച്ചറോ, അതായത് നമ്മുടെ ഈ MM മണിയില്ലേ, ഈ MM മണി എന്ന് പറഞ്ഞാൽ സംഭവം തുറന്നു കഴിഞ്ഞാൽ അദ്ദേഹം വിവരക്കേടാ പറയുന്നെങ്കിലും പുള്ളി നല്ലൊരു മനസ്സിനുടമയാണ് കേട്ടോ, ഉള്ള ആരും പറയാൻ. കാരണം അതങ്ങനെയാണ്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളി അറിയില്ല. പക്ഷെ പുള്ളിക്കാരനെ കുറിച്ച് കേട്ടെടുത്തോളം പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൃദയത്തിനുടമയാണ്. ആള് വിഡിതം വിളിച്ച് പറയുമെങ്കിലും ആൾക്ക് ജനങ്ങളോടൊരു കൂറുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ അദ്ദേഹം പരിഗണിക്കും. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. അപ്പോൾ MM മണി, പിന്നെ നമ്മുടെ സുധാകരൻ സാറിനെ കുറിച്ചൊക്കെ പറയേണ്ട കാര്യമില്ല. കാരണം സാറെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട്, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. പക്ഷേ അദ്ദേഹമൊക്കെ നല്ല ഹൃദയമുള്ള മനുഷ്യരാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ആളുകളെ മുന്നോട്ട് കൊണ്ടുവന്നു. നമുക്കറിയാമല്ലോ, അച്യുതാനന്ദൻ, അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ എനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞ എന്താ പറയുക തലമുറ, ഈ പറഞ്ഞ ഭരണത്തിൽ 10 വർഷം ഭരിച്ചിട്ടും അദ്ദേഹത്തെ പോലത്തെ ഒരാളെ നമുക്ക് കണ്ടുകിട്ടാൻ പാടാണ്. കാരണം പാർട്ടിയെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു മനുഷ്യൻ വേറെ ഇല്ല. കാരണം എന്ന് വെച്ചാൽ പാർട്ടിയുടെ നെടുന്തൂണായിരുന്നു അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ഭരണം. അദ്ദേഹം ഒരു പ്രാവശ്യം ഭരണത്തിൽ മുഖ്യമന്ത്രിയായിട്ടിരുന്നുള്ളെങ്കിലും അത് വളരെ നല്ലൊരു ഭരണമായിരുന്നു കാഴ്ചവെച്ചത്. എല്ലാവർക്കും അറിയാം. നമുക്ക് EK നായനാർ, EMS നമ്പൂതിരിപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴൊന്നും ഈ പറയുന്നതുപോലെ ഞാൻ ജനിച്ചിട്ടില്ല. പക്ഷേ EK നായനാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിലാണ്. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് വളർന്നതാണ്. കാരണം അദ്ദേഹം നല്ല ഹൃദയമുള്ള മനുഷ്യരായിരുന്നു. ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് സാധിച്ചു കൊടുത്ത്, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ച് ജനങ്ങളുമായിട്ട് ഒരു ടൈപ്പിൽ പോയിക്കൊണ്ടിരുന്ന എന്താ പറയുക നല്ല ജനപ്രതിനിധികളായിരുന്നു ഈ പറയുന്ന നായനാരും. അതിനുശേഷം വന്ന ആളാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ സാർ. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ പിണറായി വിജയൻ അത്രയും വന്നില്ല എങ്കിൽ പോലും, കാരണം പിണറായി വിജയൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില കുഴപ്പമെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് എന്താ പറയുക ജനങ്ങളെ വെറുപ്പിക്കുന്ന ചില സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള നമുക്കറിയാമല്ലോ, ചില സമയത്ത് അദ്ദേഹം പെരുമാറുന്ന രീതി, ഇപ്പോൾ ചാനലുകാരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞതുപോലത്തെ സ്വഭാവ രീതി, ഒറ്റ വിട്ട് 2 മുറിയാണ് ചില സമയത്ത് അദ്ദേഹത്തിന്. അപ്പോൾ ഇത് ചിലപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ട് സൂഹിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തുടർഭരണം കിട്ടുവാണെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾക്ക് ഈ പറയുന്നത് പോലെ എത്രയോ പേരുണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിട്ടുള്ള എത്രയോ പേരുണ്ട്. അവർക്കാർക്കെങ്കിലും ചാൻസ് കൊടുത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഷൈല ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
അതല്ല ഇനിയിപ്പോൾ കോൺഗ്രസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യത്തിൽ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പോൾ വലിയ അഭിപ്രായമൊന്നുമില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞാൻ ഒരിക്കലും ഒരു പാർട്ടീനെ താഴ്ത്തി പറയുകയോ മോശമായിട്ട് പറയുകയൊന്നുമല്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ രണ്ട് കാര്യം പറഞ്ഞുതരാം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിക്ക് സത്യത്തിൽ ഭരണം കൊടുക്കുന്നതുകൊണ്ട് മറ്റൊരു നേട്ടം കൂടിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണ്. പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു നാഥനില്ല കളരിയായിരിക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അല്ലാതെ വേറൊന്നുമല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല പാർട്ടിയല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല പാർട്ടിക്ക് നമുക്കറിയാം, ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പിന്നെ നേതാക്കന്മാർ പിന്നെ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു നേട്ടമുണ്ട്, ഞാൻ പറഞ്ഞുതരാം എന്താണ്. ആ നേട്ടം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്ത് വരും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്ത് വന്നുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയെ അനങ്ങാൻ സമ്മതിക്കത്തില്ല, മനസ്സിലായി? കാരണം എന്തെങ്കിലും ഒരു ചെറിയ കേസ് ഉണ്ടെങ്കിലും അവർ സെക്രട്ടേറിയറ്റ് വളയും, പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഘോഷയാത്രയായി, ജാഥയായി, പ്രശ്നങ്ങളായി, മനസ്സിലായി? അതുകൊണ്ട് അഴിമതി കാണിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കോൺഗ്രസ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടത്തില്ല. അപ്പോൾ അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ പിന്നെ പോരാത്തതിന് എന്തെങ്കിലും അനങ്ങിയ പ്രശ്നം കൊടി പിടിക്കും. ആര്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിടിക്കും. പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലുള്ള ഇങ്ങനെയുള്ള നേട്ടങ്ങൾ, അതായത് പ്രതിപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോലാഹലവും ബഹളവും കാര്യങ്ങളും, പിന്നെ ഇവരെ അനങ്ങാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഭരണം ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധിക്ക് മുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചൊന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നുകൂടായിരുന്നു. ഇത്രയും കാലം അവർ മാറി മാറി ഭരിച്ചെങ്കിലും ഈ രണ്ട് പാർട്ടിക്കും പ്രത്യേകിച്ച് ഒരു വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന് BJP തന്നെയാണ് ബെറ്റർ. കാരണം BJP എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJP ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, ആലപ്പുഴ ബൈപ്പാസ് 42 കൊല്ലത്തോളം പെൻഡിങ് ആയിട്ട് കിടന്നതാണ്. ആലപ്പുഴ ബൈപ്പാസ്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലെയും ബൈപ്പാസും റോഡുകളും കാര്യങ്ങളും പാലങ്ങളും എല്ലാം പെൻഡിങ് ആയിട്ട് കിടന്നതാണ്. ഇതെല്ലാം മോദി അധികാരത്തിന് വന്നതിന് ശേഷം, BJP വന്നതിന് ശേഷം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് നമുക്ക് കൊണ്ടു തന്നത്, ഉള്ള കാര്യം പറയാം. അത് പറയാതിരിക്കാൻ പറയാം. ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയുടെ വക്താവല്ല, ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. നാട്ടും പുറത്ത് ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ തെറ്റുണ്ടാകാം, ശരിയുണ്ടാകാം. അതിനെ ഒരിക്കലും ഞാനൊരു പാർട്ടിയെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ കൂടെ നിന്ന് സംസാരിക്കുകയല്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പിന്നെ കേന്ദ്രം ഭരിക്കുന്നത് BJP നല്ല ഭംഗിയായിട്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട പിന്നെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ നാട്ടിൽ വികസനങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എന്തുകൊണ്ട് കേരളത്തിലിപ്പോൾ നമുക്ക് BJPക്ക് ഒരു ചാൻസ് കൊടുത്തുകൂടാമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ BJP ഭരണം വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ടാവും. അത് സത്യമുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ മേയർ രാജേഷ് അല്ലേ, അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം വി രാജേഷ് അല്ലേ, അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് അദ്ദേഹത്തിന് ഭയങ്കര താല്പര്യമാണ് അദ്ദേഹത്തിന് ഓരോന്ന് ചെയ്യാനായിട്ട്, മനസ്സിലാകുന്നുണ്ടോ? ഒരുപക്ഷെ BJPക്ക് നമ്മൾ ഭരണം കൊടുത്താലും ഇത് തന്നെയായിരിക്കും നടക്കുന്നത്. കാരണം ആദ്യമായിട്ട് അവർക്ക് ഒരു ഭരണം കിട്ടുന്നത് കൊണ്ട് തന്നെ പലതും അവർ ചെയ്യാൻ ശ്രമിക്കും കേരളത്തിൽ, മനസ്സിലാകുന്നു. പിന്നെ വേറെ കാര്യമുണ്ട്, വർഗീയ പാർട്ടിയാണ് അല്ലെങ്കിൽ വർഗീയതയാണെന്നൊക്കെ പറയുന്നത്, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നില്ല. വർഗീയ പാർട്ടിയോ അങ്ങനെയൊന്നും അല്ല. BJP ഒരിക്കലും വർഗീയ പാർട്ടിയായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അത് കുറേ ആളുകൾ അവരുടെ എന്താ പറയുക, ഈ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അടിച്ചുവിടുന്ന പിന്നെ കഥയാണ്. അല്ലാതെ വർഗീയ പാർട്ടിയൊന്നും BJP അല്ല. അങ്ങനെ ഒരിക്കലും നമുക്ക് അതിനെ കാണാൻ പറ്റില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ BJP എത്രയോ മറ്റു മതങ്ങളുമായിട്ടൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രാവശ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചെയ്യേണ്ടത്, ആരാണ് നമ്മുടെ കേരളത്തെ നയിക്കാനായിട്ട് ഇനി ശരിക്കും കൃത്യമായിട്ട് ഉചിതം എന്ന് തോന്നുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ വരാനിരിക്കുന്ന മനോഹരമായ ഒരു തെരഞ്ഞെടുപ്പ്, അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന 5 വർഷമാണ്. അതാര് ഭരിക്കും എന്നുള്ള നമ്മളുടെ ഒരു കയ്യിലാണ് കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ആരാണോ അർഹർ അവർക്ക് വോട്ട് ചെയ്യുക. ഓക്കെ.